Like, ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ സോറി. എക്സാമിന് ഈ ചാപ്റ്റർ ഉണ്ടോ? പിന്നെ ആണല്ലേ ഞാൻ പഠിപ്പിക്കണേ. അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇത് എളുപ്പമല്ലേ ഈ ചാപ്റ്റർ? എളുപ്പമാണ് സാർ. അല്ല ചോദിച്ചതാ. അല്ല ചില വിഷയത്തിലൊക്കെ ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് കാണില്ല എന്ന് പറഞ്ഞു. ഇതിപ്പോ തീർന്നു. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും അതിന്റെ ശരിക്കുള്ള പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ ഒരു റിവിഷൻ പോലെ കുറച്ച് ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടല്ലോ, നമ്മളത് ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾ ഈ ചാപ്റ്റർ അങ്ങ് തീരും. അത് ഐ തിങ്ക് നാളെയും കൂടെ കൊണ്ട് മാക്സിമം മറ്റന്നാൾ വരെ. പിന്നെ സൺഡേ നിങ്ങൾക്കൊരു ക്ലാസ് ടെസ്റ്റ് നടത്തും. മൺഡേ നമ്മൾ മറ്റേ ടൈപ്പ് ഓഫ് അസർഷൻ ടൈപ്പും ഏത് 2 ടൈപ്പ് ഉണ്ടല്ലോ, അസർഷൻ ടൈപ്പ് ആൻഡ് കേസ് സ്റ്റഡി, ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഇതാണ് എൻ്റെ പ്ലാൻ. പോരെ? ഓക്കെ. 4x plus py is equal to 8 and 2x plus 2y plus 2 equal to 0. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് p ഡസ് ദ പെയർ ഓഫ് ഇക്വേഷൻസ് ഗിവൺ ബിലോ ഹാസ് യുണീക്ക് സൊല്യൂഷൻ. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസിന് എന്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? ഹാസ് യുണീക്ക് സൊല്യൂഷൻ. യുണീക്ക് സൊല്യൂഷൻ ഉണ്ട് എന്ന് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നത് എന്താ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വാട്ട് വാല്യൂ ഓഫ് പി ആക്ച്വലി മേക്സ് ദിസ് ഇക്വേഷൻ വാട്ട് ഹാവിങ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് വിത്ത് യുണീക്ക് സൊല്യൂഷൻ. ഇതിൽ ഏത് വിലയാണ് ഈ പിന്നെ ലീനിയർ ഇക്വേഷനെ യുണീക്ക് സൊല്യൂഷനാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏത് വില ഓഫ് പിക്ക്, പിയുടെ ഏത് വിലയിലാണ് അങ്ങനെ വരുന്നത്? അപ്പൊ നമുക്കറിയാം യുണീക്ക് സൊല്യൂഷൻ ആവണമെങ്കിൽ നമുക്കറിയാം എന്താ കണ്ടീഷൻ? എന്താണ് A1 by A2 should not be equal to B1 by B2. This is the condition for a pair of equations possess unique solution. അപ്പോൾ യുണീക്ക് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ഈ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ് അൺനോൺ എന്ന് നോക്കി കഴിഞ്ഞാൽ ദിസ് പി ഈസ് അൺനോൺ ആൻഡ് ആക്ച്വലി ദാറ്റ് ഈസ് B1. സോ യു പ്ലീസ് റൈറ്റ് ഡൗൺ വാട്ട് ഈസ് A1. It is 4. What is B1? It is P. And what is A2? It is 2. And what is B2? It is again 2. So ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലായി. എന്താണ്? A1 by A2ഉം B1 by B2ഉം മാത്രം നമ്മൾ എടുത്താൽ മതി. We are not bothered on what C1 says, C1 by C2. കാരണം C1 by C2വിന് ഇതിൽ വലിയ റോളൊന്നുമില്ല. അത് ഏത് വാല്യൂ ആയാലും യുണീക്ക് സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം അതിനത് ബാധിക്കുന്നില്ല, അല്ലേ? എപ്പോൾ ഇഫ് ഇറ്റ്സ് ആക്ച്വലി ദ റേഷ്യോ ബിറ്റ്വീൻ ദെയർ കോഎഫിഷ്യൻസ് ആർ നോട്ട് ഈക്വൽ. ഏതിൻ്റെ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് വൈ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? യു ജസ്റ്റ് ഫൈൻഡ് വാട്ട് ഈസ് A1 by A2 ഹിയർ. വാട്ട് ഈസ് A1 by A2? ഇറ്റ് ഈസ് 4 by 2. ആൻഡ് വാട്ട് ഈസ് B1 by B2 ഹിയർ? ഇറ്റ് ഈസ് P by 2. നൗ ദിസ് ഷുഡ് നോട്ട് ബി ഈക്വൽ. ഇത് ഈക്വൽ ആയി കഴിഞ്ഞാൽ കഥ മാറി. കാരണം എന്താ? there is 2 possibility. If A1 by A2 equal to B1 by B2, there are 2 possibilities. What are the 2 possibilities? Graphically parallel ആയിരിക്കും. അതായത് A1 by A2 equal to B1 by B2 സംഭവിച്ചു കഴിഞ്ഞാൽ we have 2 possibilities. One is it may be equal to C1 by C2 or it may be not equal to C1 by C2. അപ്പോൾ ഇതിലേത് വേണം സംഭവിക്കാം. ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു C1 by C2 then it is infinitely many solution. If it is not equal to C1 by C2 then no solution. So this things happens when if A1 by A2 is not equal to B1 by B2. But here it is not equal because it is given that this pair of equation possess unique solution. അത് തന്നിട്ടുണ്ട്. That means they are intersecting lines only. ഇത് intersecting ആണ്. Intersecting ആണെങ്കിൽ obviously this A1 by A2 should not be equal to B1 by B2. So we can take that. That means 4 by 2 is not equal to എന്താണ്? P by 2. So what is 2 get cancelled? So P is not equal to 4. What does it mean? P is not equal to 4 means what?
P ഒരിക്കലും 4 ആവരുത്. 4 ആയാൽ അതിന് യൂണിക് സൊല്യൂഷൻ കാണത്തില്ല. So, but the question is, for which values of P does this pair of equations given below has unique solution? Unique solution 4 അല്ലാത്ത ഏത് വാല്യൂ ആണേലും 4 അല്ലാത്ത ഏത് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം all real numbers except 4. All real numbers അല്ലെ, except 4 numbers. All real numbers except എന്താണ് 4. except 4 അല്ലെ, 4. Yes sir. അപ്പോൾ 4 ഒഴിച്ചിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ എഴുതാം, r minus 4. ആ 4 ഒഴിച്ചിട്ടുള്ള റിയൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് 4 ഒഴിവാക്കി ബാക്കി ഏത് വില കൊടുത്തു കഴിഞ്ഞാലും this set of equations possess what? Unique solution. അപ്പോൾ ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ലൈക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഈ ഫസ്റ്റ് സെറ്റ് എക്സസൈസിൽ എന്താ പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഓഫ് ലീനിയർ ഇക്വേഷൻ ഹാസ് യുണീക് സൊല്യൂഷൻ, നോ സൊല്യൂഷൻ ആൻഡ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ? ആക്ച്വലി വി പ്രാക്ടീസ്ഡ് സച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ, നമ്മൾ ആ ആദ്യത്തെ ഫസ്റ്റ് എക്സസൈസിൽ തന്നെ അത് കണ്ടതല്ലേ, കൺസിസ്റ്റൻസി ഒക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ചോദിച്ചോളൂ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ച് ചെയ്യാനല്ലേ പറയുന്നത്, അത് അല്ലാതെ ചെയ്താൽ മതി. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്തല്ലോ, അതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഇവിടെ ക്വസ്റ്റ്യൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യാനാണെങ്കിലും നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യേണ്ട, നമുക്ക് 2 മെത്തേഡ് ഉണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂഷനും എലിമിനേഷനും, അത് ഉപയോഗിച്ച് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഇത് കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്താ യുണീക് സൊല്യൂഷൻ ആണോ, നോ സൊല്യൂഷൻ ആണോ, ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ. ഏത് മെത്തേഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, കാരണം നമുക്ക് ആ മെത്തേഡ് യൂസ് ചെയ്യേണ്ടാത്തത് കൊണ്ട് അവരതിനെക്കുറിച്ച് ബോധേഡ് ആയിരിക്കില്ല. ഓക്കെ, ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തേ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? For what, which value of a and b? അത് നമുക്ക് രണ്ടാമത് ചെയ്യാം. ആദ്യം വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇതിലേക്ക് വരാം. ഒരു ഈ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം. വേറൊന്നും കൊണ്ടല്ല, അതിനകത്ത് 2 വേരിയബിൾ വരുന്നതുകൊണ്ടാണ് ഞാൻ അത് രണ്ടാമത് ചെയ്യാന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്യാം. For what value of k will the following pair of linear equations have no solution? അപ്പം ഇതിന് നോ സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ഈ കെയുടെ വില എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പം നോ സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് കൺസിഡർ ചെയ്യേണ്ടി വരും? നോ സൊല്യൂഷൻ ഉണ്ടാവേണ്ട കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. കാരണം ലെറ്റ് us take this pair of equation possess no solution, they are parallel എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് പോകേണ്ടി വരും അല്ലേ. ഇഫ് ദേ ആർ നോട്ട് ഹാവിങ് എനി സൊല്യൂഷൻ, വി നോ എന്താണ് a1/a2 is equal to b1/b2 which is not equal to c1/c2. this should be held അല്ലേ. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് ഇതിന് എന്തുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് a1, a2, b1, b2 and c1, c2. So please pick all these things from this. a1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3. b1 is equal to 1. And what is c1? What is c1? -1. -1. Very important. See, this is not in its standard form. You please make sure that it is actually put it in its standard form. ഇപ്പം നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഇത് രണ്ടും സ്റ്റാൻഡേർഡ് ഫോമിലല്ല ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷേ 1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് വർക്ക് ചെയ്യും. പക്ഷെ നിങ്ങൾ ആ ഒരു പ്രാക്ടീസ് ചിലപ്പോൾ നിങ്ങൾക്ക് അബദ്ധത്തിൽ കൊണ്ടെത്തിക്കും. കാരണം ചിലപ്പോൾ ഒരെണ്ണം സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നേക്കും, ഒരെണ്ണം അല്ലാതെ തന്നിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഓർക്കാതെ അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. സോ ബെറ്റർ ഓൾവേസ് യു കീപ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. മനസ്സിലായില്ല? അപ്പോൾ അത് ഇവിടെ നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കി എന്ത് വരും? 2k - 1 × x
plus k minus 1 into y is equal to is equal to വേണ്ടല്ലോ, അവിടെ നമുക്ക് ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ എന്ത് വരും? minus of minus 2k plus 1. The whole term is taken to the other side, so it is equal to 0. Is it? Now C1 is what? What is C1 now? -1. Negative 1. Correct? ഞാൻ പറഞ്ഞു ഈ പെർട്ടിക്കുലർ ക്വസ്റ്റിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് ബോത്ത് ദീസ് ടേംസ്, അതായത് കോൺസ്റ്റന്റ് ടേം രണ്ടും RHSലാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റിംഗ്. ബട്ട് ചില സമയത്ത് അങ്ങനെ തരണമെന്ന് നിർബന്ധമില്ല, അപ്പം നിങ്ങൾ തെറ്റിക്കാം. ഇനി അടുത്ത ഒരു തെറ്റ് സാധാരണ നിങ്ങൾ വരുത്തുന്നതാണ് പരീക്ഷയ്ക്ക്. എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് A2 ഹിയർ? വാട്ട് ഈസ് A2? 2k minus 1. 2k minus 1. 2k ഇറ്റ് ഈസ് 2k minus 1. പക്ഷെ പലപ്പോഴും എന്താ പറ്റുകയെന്നറിയാം, അത് ഒന്നാമത് എക്സാമിന് എഴുതുന്ന ഒരു വെപ്രാളം. കാരണം പലരും ഇത് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഞാനായിരുന്നാലും വേറൊരു ടീച്ചർ ആയിരുന്നാലും ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് വെരി സിമ്പിൾ, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് നോക്കി വിടും. എന്ത് ചെയ്യില്ല, ഒരു പ്രാവശ്യം അത് പ്രാക്ടീസ് ചെയ്ത് നോക്കില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എക്സാം ടൈമിന് എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ, ഇത് എടുത്ത് എഴുതുമ്പോഴത്തേക്ക് ഈ എക്സ് എഴുതണോ വേണ്ടേ എന്നൊക്കെ തോന്നും. നമ്മൾ ആ കോഎഫിഷ്യൻ്റ് എന്നുള്ള കോൺസെപ്റ്റൊക്കെ മറക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു വേരിയബിൾ ആണല്ലോ, അപ്പോൾ ഇവിടെയും വേരിയബിൾ കിടക്കുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് ഇവിടെ 2k minus 1 into x എന്നൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇത് വേറെ പല പരിപാടികളും ചെയ്ത് ഒരിക്കലും എത്താൻ പറ്റാത്ത സ്ഥലത്തൊക്കെ എത്തും. അപ്പം അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുക, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എന്ത്? A2. സോ ഇറ്റ് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്. സോ അതർ ദാൻ എക്സ് ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഇവിടെ എഴുതാം. അപ്പോൾ എന്താ? 2k minus 1 into x എന്ന് പറഞ്ഞാൽ 2k minus 1 is its coefficient. And similarly the coefficient of y is taken. So what is that? B2. It is equal to k minus 1. So that is the coefficient of y. And what is C2? It is minus of 2k plus 1. Clear? So ഇവിടെ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചോ, A1 by A2 is equal to B1 by B2. And that value of k should satisfy that this ratio A1 by A2 അല്ലെങ്കിൽ B1 by B2, whatever it is, because both are equal, that should not be equal to C1 by C2. Are you getting my points? ഇവിടെ രണ്ട് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ഫസ്റ്റ് കണ്ടീഷൻ ഈസ് A1 by A2 is equal to B1 by B2. That is one condition. ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. ഒപ്പം തന്നെ A1 by A2 is not equal to C1 by C2, or രണ്ടായിരുന്നാലും ഒരേ സാധനം തന്നെ, B1 by B2 is not equal to C1 by C2. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, കാരണം എന്താ, A1 by A2 equal to B1 by B2 ആണെങ്കിൽ ഇതിൽ ഏതെടുത്താലും ഒരുപോലെ തന്നെ. അപ്പോൾ A1 by A2 is equal to B1 by B2 എന്നുള്ള ഒരു കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ ഇതിൽ ഏതെങ്കിലും ഒന്നും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയുള്ള കേസാണ് ഇവിടെ എടുക്കാൻ. ഇതിപ്പോൾ നോ സൊല്യൂഷൻ ആണ്. ഇങ്ങനെ രണ്ട് കണ്ടീഷൻ നമുക്ക് പലപ്പോഴും ചൂസ് ചെയ്യപ്പെടേണ്ടി വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, നോ സൊല്യൂഷൻ ആണെങ്കിൽ ഇവിടെ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരും അല്ലെ. ഒന്നെന്താണ്, A1 by A2 is equal to B1 by B2 ആയിരിക്കണം. മറ്റൊന്ന് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു C1 by C2 ആണെന്ന് നമ്മൾ കണ്ടെത്തണം. ആ റേഷ്യോ ഒന്ന് ആലോചിച്ചേ. ഫസ്റ്റ് കണ്ടീഷൻ എടുക്കാം. വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് കണ്ടീഷൻ? പറഞ്ഞേ. 3 by 2k minus 1 is equal to 1 by k minus 1. ശരിയല്ലേ? ശരിയല്ലേ? Yes or no? Yes, sir. Okay. Yes, Which sir. means ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 3 into k minus 1 is equal to 1 into 2k minus 1. Now 3 into k minus 1. What is 3 into k minus 1? 3k minus 3. which is equal to 2k minus 1. Which means 3k minus 3. This 2k can be taken to this side and then 3 can be taken to the other side. So 3k minus 2k equal to minus 1 plus 3. Because 3 subtracted here, when it is taken to the other side, that is added to the RHS. Then what? Which means
k is equal to negative 1 plus 3 is equal to 2. So k is equal to 2 you get. But we cannot, it's not an assurance that this value of k is correct. എപ്പോഴാണ് നമുക്ക് അത് assurance കിട്ടുക? If this value of k satisfies this condition, what? A1 by A2 is not equal to B1 by C1 by C2. So let us take what is C1 by C2. What is that? A1 by A2 means it is 3 by k. ഏത് വേണമെങ്കിലും എടുക്കാം. If I am taking 1 by k minus 1. And what is C1 by C2? That is B1 by B2 I took. Okay. What is 1 by k minus 1? Which is equal to, what you have got as A? എന്താ A കിട്ടിയേ? 2 അല്ലേ? What is B1 by B2? It is 1 by 2 minus 1. That is 1 by 1 is equal to 1. And what is C1 by C2? What is C1 by C2? Negative 1 by negative of 2k plus 1. Which means 1 by 2k plus 1. Which is equal to 1 by 2 into 2 plus 1. Which is equal to 1 by 4 plus 1 equal to 1 by 5. So now you can see that this B1 by B2 is 1 and C1 by C2 is 1 by 5. So thus it is verified. It's a verification. That means that is B1 by B2 is not equal to C1 by C2. What? When K is taken as 2. അല്ലേ? അപ്പോൾ K2 ആകുമ്പോഴത്തേക്ക് രണ്ട് കണ്ടീഷൻസ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇത് A1 by A2 is equal to B1 by B2 and B1 by B2 is not equal to C1 by C2. Both the conditions are satisfied. That means here now the value of k is taken as 2. It happens what? A1 by A2 equal to B1 by B2, but it is not equal to C1 by C2. This happens. ഇവിടെ ഇപ്പോൾ കെയുടെ വില ഒരു വില കിട്ടിയതുകൊണ്ടാണ് നമുക്കിത് സംഭവിച്ചത്. ഇപ്പോൾ കെയുടെ വില ചിലപ്പോൾ 2 വിലയൊക്കെ വരുന്ന കേസസ് ഉണ്ടാവാം. ഒരു ക്വാഡ്രാറ്റിക് അവിടെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചോദിക്കുമെന്ന് അറിയത്തില്ല എങ്കിലും ഇപ്പോൾ ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഒരു വാല്യൂ സ്യൂട്ടബിൾ ആയിരിക്കില്ല, അങ്ങനെ വരാം. അപ്പോൾ ഏത് വാല്യൂ ആണോ സ്യൂട്ടബിൾ അത് വേണം നമ്മൾ കെയുടെ വിലയായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. സോ ദാറ്റ്സ് വൈ ദിസ് വെരിഫിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? ഹലോ, പറഞ്ഞ മനസ്സിലായോ? എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലായില്ലേ? ഇത് എന്നാ കൊടുക്കാൻ പറഞ്ഞേക്കുന്നത്? അത് സെക്കൻഡ് വരെ സമയമുണ്ട്. 31 കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് പറ കേട്ടോ. 31 വരെ കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ ഇത് ക്ലാസ് കഴിഞ്ഞിട്ടിരുന്ന പരിപാടി. ഇത് മൂന്നാമത്തെ ഉണ്ടായിരുന്നു. ചേച്ചി ഞാൻ എടുത്തോളൂ, ഞാൻ ഇപ്പം തന്നെ ലേറ്റ് നാളെ കൊടുത്താൽ മതി. എനിക്കറിയാം 7th ഇതല്ലേ ഇന്നത്തെ. ഇതല്ലേ ഇത് ഞാൻ നോക്കാം. പിന്നെ നോക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? സോ ദ വെരിഫിക്കേഷൻ ഓഫ് ദിസ് പാർട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇവിടെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ വി ഹാവ് ഓൺലി 1 വാല്യൂ ഫോർ കെ. അപ്പോൾ നമുക്കത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ വെൻ യു ഗെറ്റ് 2 വാല്യൂസ് സംടൈംസ് 1 വാല്യൂ മേ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ ദറ്റ് സിറ്റുവേഷൻ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടി വരും. ഓക്കെ, ഫോർ ദ ടൈം ബീയിങ് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്ലിയർ. ഓക്കെ, അടുത്തത് ഇനി നമ്മൾ മറ്റേ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നേരത്തെ എടുത്തിട്ട ക്വസ്റ്റ്യൻ. കാരണം ഇപ്പോൾ ഒരു വേരിയബിൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ആദ്യം വന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഞാനിപ്പം മാക്സിമം ഇപ്പം ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളിൽ അഡീഷണൽ ബുക്സ് വല്ലതും ഉണ്ടോ എല്ലാവരിലും? നിങ്ങൾ ഓൺലൈൻ നോക്കിയാൽ മതി, ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ അവൈലബിൾ ആവും. ഞാൻ ഇട്ട് തരാം. ഞാൻ അഡീഷണൽ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ടല്ലോ, നമ്മളല്ലാതെ ചെയ്യുന്നുണ്ടല്ലോ.
അത് ചെയ്യാം. ഫോർ ദ ടൈം ബീയിങ് നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഇതേ മോഡലാണ്. അപ്പോൾ ഒരു മോഡൽ ചെയ്താൽ പോരെ? ഒരു ക്വസ്റ്റ്യനിൽ ഒരു മോഡൽ പോരെ? ഒരുപാട് മോഡൽസ് ചെയ്ത് നോക്കണോ? നിങ്ങൾ ചെയ്ത് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുക കേട്ടോ. ഓക്കെ. For what value of a and b the following pair of linear equations have infinite number of solutions. See, നമ്മളിപ്പം എല്ലാ കേസും ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? യുണീക്ക് സൊല്യൂഷന്. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ അൺനോൺ കണ്ടുപിടിക്കാനായിട്ട് ഒരു കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്തുള്ളൂ. സെക്കൻഡ് കേസിൽ നമ്മൾ നോ സൊല്യൂഷൻ ചെക്ക് ചെയ്തു. Now the third one is what? Infinitely many solutions കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. So we know this pair of equations, this system of equations possess infinitely many solutions only when എപ്പോഴാ a1 by a2 equal to b1 by b2 equal to c1 by c2. അപ്പോൾ ഇത് സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ this pair of equations possess what? Infinitely many solutions. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണ്ടേ? 2x plus 3y minus 7 equal to 0. a minus b into x plus a plus b into y minus of 3a plus b minus 2 equal to 0. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. 2x plus 3y minus 7 is equal to 0 and a minus b into x plus a plus b into y minus 3a plus b minus 2 equal to 0 എന്ന് പറയുന്നതും രണ്ട് പെയർ ഓഫ് ഇക്വേഷൻ ആണ്. ഇവയ്ക്ക് എന്തുണ്ട്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി? സോ യു ക്യാൻ സീ ദാറ്റ് ദർ ആർ ടു വേരിയബിൾസ് അല്ലേ? രണ്ട് വേരിയബിൾ ഉണ്ടല്ലോ. ഇതിന് എപ്പോഴാണ് നമ്മൾ ഈ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത്? എക്കും ബിക്കും ആ വാല്യൂ കിട്ടാനായിട്ട് അവർ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? വാട്ട് ഈസ് ദാറ്റ് കണ്ടീഷൻ? പറയൂ. ഇൻഫിനിറ്റ് സൊല്യൂഷനിലാണ്. ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ഉണ്ട്. ഇതിന് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, സോ വി നോ വെൻ ഇറ്റ് possess infinite solution if this condition holds. അല്ലേ? ഈ കണ്ടീഷൻ a1 by a2 is equal to b1 by b2 is equal to c1 by c2 ആണെങ്കിൽ it possess infinitely many solution. Now for that we require a1 b1 c1 and a2 b2 c2. 2 ഇതൊന്നും എഴുതുന്നതിൽ ആരും മോശമായിട്ട് കരുതരുത് കേട്ടോ. സ്റ്റെപ്സ് ഒക്കെ നമ്മൾ മാക്സിമം എഴുതി തന്നെ ശീലിക്കുക. ഇപ്പം പരീക്ഷയ്ക്ക് സ്റ്റെപ്പൊന്നും ആരും നോക്കാൻ വരില്ലെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതി പോവുക. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. ആ തെറ്റാതെ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നമ്മൾ എന്ത് ചെയ്യാം? സ്റ്റെപ്സ് എഴുതി പോവുക. -7 a2 equal to എന്താണ് a2? വാട്ട് ഈസ് a2 ഹിയർ? a minus. വെരി ഗുഡ്. What is b2? A plus b. What is c2? Negative of 3a plus -7 negative of 3a plus b minus 2. Now എന്തിനായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടീഷൻ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം? നിങ്ങൾ ഈ രണ്ട് വേരിയബിൾ വരുന്ന കേസസിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ വി റിക്വയർ 2 കണ്ടീഷൻ ടു സോൾവ് ദാറ്റ് ആൻഡ് ഹിയർ ദ 2 കണ്ടീഷൻസ് എക്സിസ്റ്റ്. നമുക്ക് ഇത് രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാലും ഒരു ഇക്വേഷൻ കിട്ടും. അതല്ലെങ്കിൽ ഇതും എടുത്താലും ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ആ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ രണ്ട് വേരിയബിൾ അവിടെ തന്നിരിക്കുന്നത്. നമുക്ക് അതേപോലെ അതിലേക്ക് ഇട്ട് നോക്കാം. എന്താ? 2 by a minus b equal to 3 by a plus b equal to -7 by negative of 3a plus b minus 2. അപ്പോൾ ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ നെഗറ്റീവ് നമുക്ക് പെട്ടാം, ഇസ് ഈക്വൽ ടു പോസിറ്റീവായി. ഇനി ഇവിടെ ഒരു ശ്രദ്ധിച്ചേ,
ഇതിലെ ആദ്യം നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും ഞാൻ ഇക്വേറ്റ് ചെയ്യുക. അതായത് 2/a minus b equal to 3/a plus b. എന്താ കിട്ടുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ equal to a minus b. That is 2a plus 2b equal to 3a minus 3b. ഇനി എന്താ പറഞ്ഞേ? ഈ 3a ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ 3b ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവന്ന് 2a അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ. ഇത് ശരിയാവുമല്ലോ. 2b പ്ലസ് 3b ഈക്വൽ ടു 3a മൈനസ് 2a. ദാറ്റ് ഈസ് 5b ഈസ് ഈക്വൽ ടു a. ശരിയാണോ? a ഈസ് ഈക്വൽ ടു 5b. ദിസ് ഈസ് വൺ ഇക്വേഷൻ. ഇനി നമുക്കൊരു ഇക്വേഷനും കൂടെ വേണ്ടേ? വിച്ച് വൺ യു ടേക്ക്? ഫസ്റ്റും ലാസ്റ്റും എടുക്കണോ, സെക്കൻഡും ലാസ്റ്റും എടുക്കണോ? ഏത് വേണോ എടുക്കാം. എന്തിനാ രണ്ട് ഇക്വേഷൻ? പറയാമോ എന്തിനാ രണ്ട് ഇക്വേഷൻ? രണ്ട് വേരിയബിൾ ഉണ്ടായി. Since we have two variable, we should have two equations to solve that. അപ്പോൾ ഇവിടെ രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കാനായിട്ട് ഒരെണ്ണം നമ്മൾ ഇവിടെ ഉണ്ടാക്കി. അടുത്തത് എങ്ങനെ ഉണ്ടാക്കും പറഞ്ഞു? സെക്കൻഡും തേർഡും എടുക്കാമെങ്കിൽ സെക്കൻഡും തേർഡും എടുക്കാം. ഓക്കെ. 3/a plus b equal to 7/3a plus b minus 2. മൈനസ് സൈൻ രണ്ടും മൈനസ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് ആയി. Then 3 into 3a plus b minus 2 equal to 7 into a plus b. That is 9a plus 3b minus 6 അല്ലേ? 6 equal to 7a plus 7b. Then 9a ഈ 7a ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന 9a മൈനസ് 7a ആവും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ എന്താ എഴുതാം? 9a മൈനസ് 7a പ്ലസ് 3b മൈനസ് 7b ഈക്വൽ ടു ഈ 6 അപ്പുറത്ത് പോകും. ദാറ്റ് ഈസ് 2a പ്ലസ് 2a മൈനസ് 4b ഈക്വൽ ടു 6. Yes or no? Correct ആണോ? Yes, sir. So it is common in this. 2 is common അല്ലേ? ശരിയല്ലേ? 2 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2 into a minus 2b equal to 6 or a minus what is a minus 2b? 3. That is equation number 2. So we have two equations now. So how do we solve these two equations? ഇതെങ്ങനെ സോൾവ് ചെയ്യാം ഇക്വേഷൻ? നമുക്കറിയാം, ബിക്കോസ് you have two linear equations in one variable, or two variables, sorry. ലീനിയർ ഇക്വേഷൻ ആണ്. ഇതിന്റെ പവർ 1 ആണ്, ഇവിടെയും ബിയുടെ പവർ 1 ആണ്, ഇവിടെ എയുടെ പവർ 1 ആണ്, ബിയുടെ പവർ 1 ആണ്. സോ ദേ ആർ ഇക്വേഷൻസ്, ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾ. സോ വി ഹാവ് ടു മെത്തേഡ്സ് ടു സോൾവ് സച്ച് സിറ്റുവേഷൻസ്. ഏതൊക്കെയാ? സബ്സ്റ്റിറ്റ്യൂഷനും പിന്നെ ഏതാ? എലിമിനേഷനും അല്ലേ? അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ because it is actually in the substitution form. No, a is equal to 5b is the first equation, so it's a substitution form. So substitute it here. So put 1 in 2. So what it become? A 5b minus 2b. A minus 2b equal to 3. ഇത് ഞാൻ എന്തെന്നറിയാം, ഞാൻ ഇങ്ങനെ എഴുതുന്നത് a minus 2b equal to 3. നിങ്ങൾ പറഞ്ഞ പോലെ 5b മൈനസ് എഴുതിയാൽ മതി. പക്ഷെ ഞാൻ എന്താ എഴുതുന്നതെന്ന് പറഞ്ഞാൽ പലപ്പോഴും ആ ഇക്വേഷൻ കൃത്യമായിട്ട് എടുത്ത് എഴുതാൻ നമ്മളെ സഹായിക്കും. ഇങ്ങനെ എഴുതുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ആ സെക്കൻഡ് ഇക്വേഷൻ ആണ് ഇവിടെ എടുത്തതെന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവും. സോ a minus 2b equal to 3. Now you substitute the value of 5b in it. So 5b minus 2b equal to 3, or 3b equal to 3, or b equal to 1. So substituting this value of b, equation number 3, in any of the equation. So better we substitute it in what? Put 3 in 1, because a is equal to 5b.
that is 5 into 1, that is a is equal to 5. So we have a and b here. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ വെരിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ബിക്കോസ് ദിസ് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ഷുഡ് സാറ്റിസ്ഫൈ വാട്ട് ദ കണ്ടീഷൻസ് ഹിയർ. ഏതാ? a1/a2 equal to b1/b2 equal to c1, ബിക്കോസ് നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. വി അസ്യൂംഡ് വാട്ട് ദിസ് ഹാപ്പൻസ്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ദ വാല്യൂസ് ഓഫ് ബി ആൻഡ് എ ഷുഡ് സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ. അതിലൊരു സംശയവും വേണ്ട. ഓക്കെ, ക്ലിയർ? ഓക്കെ, Yes, sir. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് തീർത്തിട്ടുണ്ട്. ഇനി ഫൈൻഡ് ഓക്കെ, ഈ പാർട്ടും ഇത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയായിരുന്നു അവിടെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ? ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വല്ല സംശയം ഉണ്ടോ? വാട്ട് ടു ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹിയർ? ഇത് റെഡ്യൂസിബിൾ ആക്കണേ എങ്ങനെയാ? എങ്ങനെ ഇത് ലീനിയർ ഇക്വേഷനിലേക്ക് കൊണ്ടുവരും ഈ ക്വസ്റ്റ്യൻ? ഹലോ, എങ്ങനെ? പറഞ്ഞോ, പറഞ്ഞോ. 1/3 into x. വെരി ഗുഡ്. അപ്പൊ അത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനത് ഓർത്തില്ല. കണ്ട, നമുക്ക് അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും, കാരണം നമ്മളിപ്പോ ചെയ്തതെല്ലാം അങ്ങനെയാണ്. എന്താ 1/3x plus y എന്ന് പറയുന്നത്? യെസ്, ഞാൻ വരാം, അതിലേക്ക് വരാം. ഇപ്പൊ ആരോ പറഞ്ഞു എൻ്റെ അടുത്ത് 1/3 into 1/x ഫോം ആണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇവിടെ ഈ 3x plus y എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. കണ്ടോ? സോ ആ 3x plus y എന്ന് പറയുന്ന ഡിനോമിനേറ്റർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഹൗ ഡു വി റൈറ്റ്? ഈ 1/3x plus y ഇവിടെയും ഉണ്ടോ എന്ന് നോക്കിയാൽ ഉണ്ടല്ലോ, ബിക്കോസ് ഇറ്റ് ഈസ് ആൾസോ റിട്ടൺ ആസ് 1/2 into 1/3x plus y അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇനി ഇത് 1/3x minus y, the two terms together is coming here also. 3x minus y is here. So it has to be taken as 1/3x minus y. So here also you have 1/2 into 1/3x minus y. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? 1 into 1/3x plus y കേട്ടോ, പ്ലസ് 1 into 1/3x minus y equal to 3/4. അടുത്തതാ 1/2 into 1/3x plus y plus minus 1/2 into 1/3x minus y, negative 1/8. നോക്കൂ, നാളെ നിങ്ങൾക്ക് ആർട്ട് പീരീഡ് എപ്പോഴാണ്? ഹലോ, ആർട്ട് പീരീഡ് നാളെ എപ്പോഴാണ്? ആർട്ട് പീരീഡ് ഉണ്ടല്ലോ നാളെ എപ്പോഴാ? സെക്കൻഡ് പീരീഡ് ആണ്. തേർഡ് പീരീഡ് ആണോ ആർട്ടോ? നാളെ ആർട്ട് പീരീഡ് ഉണ്ടല്ലോ. അത് മാത്സ് ആണ് കേട്ടോ. നിങ്ങൾ ആ സമയത്ത് ജോയിൻ ചെയ്തോളണം മാത്സിന്. ഓക്കെ, അപ്പോൾ ഇവിടെ പുട്ട് എന്ത് കൊടുക്കും? 1/3x plus y is equal to u and 1/3x minus y is equal to v. അപ്പോൾ ഇതെന്ത് വരും? 1 into u plus 1 into v is equal to 3/4. അടുത്ത 1/2 into u minus 1/2 into v is equal to negative 1/8. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, when it is having a fraction as its fraction as its coefficients, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഈ ഫ്രാക്ഷൻ എങ്ങനെ മാറ്റാം? എങ്ങനെയാണ് മാറ്റുന്നത്? എന്താ നിങ്ങൾ മിണ്ടാര്? എന്ത് ചെയ്യണം? ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 4 ഉണ്ട്. 4 ഉണ്ട്. ഇവിടെ 4 കൊണ്ട് u പ്ലസ് v യെ മൾട്ടിപ്ലൈ ചെയ്യുന്നു,
3/4 is multiplied with 4 because LHS RH multiply ആണ്. അപ്പോൾ ഇതെന്തായി മാറും? 4u plus 4v equal to 3. ഇവിടെ ആണെങ്കിലോ what to be multiplied with this? എന്താ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 2, 2 and 8. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ എന്താ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? പറ, പെട്ടെന്ന് പറഞ്ഞോ. 8 ഉണ്ട്. LCM of this, അതായത് 8 ഉണ്ട്. 8 into half u minus half v equal to -1/8 into 8. So it become 8 into 1/2 is 4u minus 4v is equal to -1. This is equation number 2. And now you solve this u and v. There you get the value of 3x plus y. See, for example, നിങ്ങൾക്ക് u കിട്ടിയിരിക്കുന്നത് 1/3 എന്നാണ്. What exactly you get then? 1/3x plus y is equal to 1/3. Then what is 3x plus y? Is equal to 3. ശരിയല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേറൊരു ഇക്വേഷനാണ് കിട്ടുന്നത് 4. അതുപോലെ തന്നെ ഈ v എന്ന് പറയുന്നത് 1/2 ആണെങ്കിൽ y is equal to 1/2 and 3x minus y is equal to 2 എന്നാ കിട്ടുക. കണ്ടോ? അപ്പോൾ ഇവിടെ വീണ്ടും രണ്ട് ഇക്വേഷൻ കിട്ടും in x and y. Again you solve for x and y using any of the method like substitution or elimination യൂസ് ചെയ്തിട്ട് ഇതിനെ സോൾവ് ചെയ്യുക. so that you will get what is x and y. and we require actually x and y. ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ ഇതുപോലെ വന്നിട്ട് ചെയ്യുന്നത് കണ്ടോ? അതുപോലെ തന്നെ 2 വേരിയബിൾ വന്നാൽ പിന്നെ അതിൻ്റെ മെത്തേഡിൽ ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, is that clear? മനസ്സിലായടേ? Yes, sir. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവാ. നമ്മളതിലെ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ്, ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ കുഴപ്പമില്ല, ഇവിടെ തുറക്കാം. അപ്പം ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് സിറ്റുവേഷണൽ പ്രോബ്ലംസ് ആണ്. ഈ സിറ്റുവേഷണൽ പ്രോബ്ലംസിൻ്റെ പ്രത്യേകത നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ സിറ്റുവേഷണൽ പ്രോബ്ലംസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ വരും. അതെന്തുകൊണ്ട് അവിടെ വരുന്നു എന്നുള്ളത് ഞാൻ അവിടെ പറയാം. ഇതേ പ്രോബ്ലംസ് തന്നെ വരും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കൺഫ്യൂഷൻ ആവൂലേ എന്നില്ല. അത് കാരണം നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇപ്പം നമുക്കിപ്പോൾ ചിന്തിക്കാനുള്ളത് ഇവിടെ ഈ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, സിറ്റുവേഷണൽ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഇതിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇതാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈനിങ് ഇറ്റ്സ് വേരിയബിൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വേരിയബിൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് രാജു ആൻഡ് രാധ 2 persons. Okay, they actually Raju bought 3 pen and 2 pencil, and Radha bought 1 pen and 5 pencil. Raju paid rupees some 50 and Radha paid rupees 45. ഇങ്ങനെ പറഞ്ഞു ഈ ഒരു സിറ്റുവേഷൻ. അപ്പം ഈ സിറ്റുവേഷൻ പ്രോബ്ലം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം ആൾജിബ്രായിക്കലി. അവിടെയാണ് ഈ സിറ്റുവേഷൻ പ്രോബ്ലത്തിൻ്റെ സോൾവിങ് എന്നുള്ള പാർട്ട് വരുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഹൗ ടു ഇൻ്റർപ്രറ്റ് ഇറ്റ് ആൾജിബ്രായിക്കലി. അപ്പം ഹൗ ഡു വി ഇൻ്റർപ്രറ്റ് ദിസ് പ്രോബ്ലം ആൾജിബ്രായിക്കലി? അവിടെയാണ് ഏറ്റവും ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്നത്. ഇതിനെ ആൾജിബ്രായിക് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഡെഫിനിഷൻ ഓഫ് ദ വേരിയബിൾ ആണ്. നമ്മൾ ഈ പ്രോബ്ലം ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്ക് ഇതിലെ എന്തിനെയാണ് നമുക്ക് വേരിയബിൾ ആയിട്ട് അസൈൻ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചേ. രാജു 3 പേനയും 2 പെൻസിലും 3 പെൻസിലും 2 പേനയും വാങ്ങിച്ചു. ഇവിടെയാണെങ്കിലോ
ആ ഒരു പെൻസിലും 5 പേനയും വാങ്ങിച്ചു. ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയാടെ. വാട്ട് എവർ ഇറ്റ് ഈസ്, പെൻസിലും പേനയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 2 പെൻ, ഇവിടെ 3 പെൻസിൽ, ഇവിടെ 1 പെൻസിൽ 5 പെൻ. അപ്പോൾ അവിടുത്തെ കോസ്റ്റ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം നമ്മുടെ വേരിയബിൾ? കാരണം ഇതൊരു സിറ്റുവേഷൻ ആണ്, നമുക്ക് മനസ്സിലായി. സോ വി റിക്വയർ ദ എക്സ്പ്രഷൻ കറസ്പോണ്ടിങ് ടു ദിസ് സിറ്റുവേഷൻ. എങ്ങനെയായിരിക്കും നമ്മളെ ഈ സിറ്റുവേഷനിൽ നമുക്ക് ആ വേരിയബിൾ ഡിഫൈൻ ചെയ്യേണ്ടത്? പറയാമോ? എന്തായിരിക്കും നമ്മൾ ഇവിടുത്തെ വേരിയബിൾ? 1 മിനിറ്റ് ഇടേ, ഞാനിപ്പോൾ വിടാം നിങ്ങളെ, ഒരു 2 മിനിറ്റ്സ് എടുത്തോട്ടെ. The cost of a pen be X and the pencil be B. എങ്ങനെ? ഒരു പേനയുടെ വില X. വെരി ഗുഡ്. കോസ്റ്റ് ഓഫ് 1 പെൻസിൽ, കോസ്റ്റ് ഓഫ് 1 പെൻസിൽ ആൻഡ് കോസ്റ്റ് ഓഫ് 1 പെൻ. ദീസ് ആർ ദ വേരിയബിൾ. അല്ലെ? ആ ഐഡന്റിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി പാർട്ട് കഴിഞ്ഞു ഈ പ്രോബ്ലത്തിന്റെ. ഒരു പ്രോബ്ലം വായിച്ചിട്ട് അതിനകത്തുള്ള വേരിയബിൾ എന്ത്? അപ്പൊ നമ്മൾ പറയും ലെറ്റ് എക്സ് ബി ദ കോസ്റ്റ് ഓഫ് 1 പെൻ ആൻഡ് വൈ ബി ദ കോസ്റ്റ് ഓഫ് 1 പെൻസിൽ. ദിസ് ഇസ് വേരിയബിൾ. ഇതിപ്പോ എക്സും ഇത് വൈയും. സോ വി ഡിഫൈൻഡ് ദ വേരിയബിൾ ഹിയർ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രോബ്ലം. മനസ്സിലായില്ലേ? അപ്പൊ ഇത് പലപ്പോഴും എങ്ങനെ മനസ്സിലാവും ഇതാണ് വേരിയബിൾ എന്ന്? അത് വളരെ സിമ്പിൾ ആണ്. എന്താന്ന് വെച്ചാല് മിക്കവാറും പ്രോബ്ലത്തില് എന്താണോ കണ്ടുപിടിക്കാൻ പറയുന്നത് അതായിരിക്കും നമ്മുടെ വേരിയബിൾ എന്ന് പറയുക. മനസ്സിലായില്ലേ? അത് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, എല്ലാ കേസിലും അങ്ങനെ സംഭവിക്കണമെന്നൊന്നുമില്ല. ചില കേസിൽ അല്ലാതെ തന്നെ ഡിറ്റർമിൻ ചെയ്യേണ്ടി വരും. പക്ഷെ മോസ്റ്റ് ഓഫ് ദ കേസ് അത് എവിഡന്റ് ആയിരിക്കും. എന്താണ് വാട്ട് ഈസ് ടു ബി ഡിറ്റർമിൻഡ് എന്നുള്ളത്. അപ്പൊ അതായിരിക്കും നമ്മുടെ എന്തോന്ന് വേരിയബിൾ. ഇനി അത് അബൌട്ട് വേരിയബിളിനെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്തു. ആ ഡിഫൈൻ ചെയ്ത വേരിയബിൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നില്ല. ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ പ്രോബ്ലം ഈസ് ഐഡന്റിഫൈയിങ് ദ കണ്ടീഷൻസ്. വാട്ട് കണ്ടീഷൻസ്? അറിയാമോ എന്താണ് ഈ കണ്ടീഷൻസ്? എന്താണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്? എന്തിനാ കണ്ടീഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ കണ്ടീഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത്? പറയോ? ആരും ഇല്ലേ? എല്ലാരും പോയോ? ഞാൻ മാത്രമേ ഉള്ളോ ക്ലാസ്സില്? ഇവിടെ ഉണ്ട് സാർ. നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല. ഒരു പാസീവ് ലിസണറെ പോലെ ഇരിക്കാതെ എല്ലാവരും കുറച്ച് ആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഒന്നാമത് ഉച്ചയ്ക്ക് വിശക്കുന്ന സമയമല്ലേ. കമോൺ, പെട്ടെന്നാവട്ടെ. എന്തിനാ ഈ കണ്ടീഷൻസ്? വാട്ട് ആർ കണ്ടീഷൻസ്? എന്തായിരിക്കും ഈ കണ്ടീഷൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ്? പറഞ്ഞോ, തെറ്റട്ടെ. നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യത്തിലും ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലിമിറ്റ് ചെയ്യാനോ? ഓക്കെ, അതാണോ? വേറെ എന്തെങ്കിലും ഒബ്സർവേഷൻ ഉണ്ടോ? ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടാൻ. നോട്ട് സാറ്റിസ്ഫൈഡ്. എനി അതർ റെസ്പോൺസ് പ്ലീസ്? ഒരു റെസ്പോൺസ് ഇല്ല. ഞാൻ പറയട്ടെ, ഈ കണ്ടീഷൻസ് ആണ് ആക്ച്വലി that is a situation which actually forms the equations. Because നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സോൾവ് ചെയ്യാനാണ് പറയുന്നത്. ഈ സിറ്റുവേഷൻ സോൾവ് ചെയ്ത് തരുമെന്നാണ് നമ്മളടുത്ത് ഒരു സിറ്റുവേഷണൽ പ്രോബ്ലം തന്നിട്ട് പറയുന്നത്. ഈ സിറ്റുവേഷണൽ പ്രോബ്ലം എയിം ചെയ്തിട്ട് അതിനകത്തുള്ള ഈ അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ശരിക്കും നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് വാട്ട് ആർ ദാറ്റ് കണ്ടീഷൻസ് വിച്ച് മേക്സ് ദറ്റ് ഇക്വേഷൻസ്. ഇവിടെ കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ, ആ കണ്ടീഷൻസ് ഇല്ലാതെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. സോ ഹൗ മെനി സച്ച് കണ്ടീഷൻസ് റിക്വയർഡ് ഹിയർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് വേരിയബിൾ. ഹിയർ വി ഹാവ് 2 വേരിയബിൾസ്. നിങ്ങൾ പോയിട്ട് പഴയ 8ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ദേ വിൽ ഗീവ് ഓൺലി 1 കണ്ടീഷൻ. കാരണം എന്താ? സിൻസ് ദേ ഹാവ് ഓൺലി 1 വേരിയബിൾ. അപ്പോൾ ഒരു വേരിയബിളേ ഉള്ളെങ്കിൽ ഒരു കണ്ടീഷനേ തരുള്ളൂ. ദാറ്റ് കണ്ടീഷൻ വിൽ ഹെൽപ്പ് യു ടു ജനറേറ്റ് ആൻ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദാറ്റ് കണ്ടീഷൻ.
And here we have two conditions just because we have two variables. അപ്പോൾ രണ്ട് വേരിയബിൾ ഉള്ളതുകൊണ്ട് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഏതൊക്കെയാ രണ്ട് കണ്ടീഷൻ? വൺ ഈസ് 3 pen and 2 pencils. അനദർ വൺ ഈസ് തിരിഞ്ഞു പോയാ ഇത് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയോ? 1 pencil and 5 pen. മനസ്സിലായില്ലേ? These are the conditions which actually generate the equation. So ഈ കണ്ടീഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത്. So once you identify the condition, you can form the equation. That is the third part. Form the equation. Form the equation. How do you form the equation? You identify that there are 3 pen and 2 pencil. Sorry, 3 pencil and 2 pen which cost 50. Since we know 1 pencil cost X, 3 pencil cost 3X plus 2 pen. 2 pen means 1 pen cost Y. 2 pen means 2Y. Which is equal to എല്ലാം കൂടെ ചേർന്ന് എത്ര rupees 50. That is the first equation. That equation is framed from what? First condition. The second condition is that 1 pencil and 5 pen. 1 pencil means it equal to 1x. Plus 5 pen means 5y, which is equal to 45. So we formed both the equations here. So this situational problem is actually what converted to an algebraic problem now. Now we know how to solve this situation. This situation ini solve ചെയ്യാൻ നമുക്കറിയാം because we have the algebraic condition here. We use this algebraic condition to solve this situation. Because ഈ algebraic condition കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മെത്തേഡ് ഇല്ലേ? Which are the two methods to solve this algebraic condition? One is graphical method or otherwise substitution and elimination വരുന്ന algebraic method. ഏത് മെത്തേഡ് വേണോ യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് സോൾവ് ദ സിറ്റുവേഷൻ ജോമെട്രിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഗോ ഫോർ ഗ്രാഫിക്കൽ മെത്തേഡ്. അതിപ്പോൾ ഏതായാലും പരീക്ഷയ്ക്ക് അങ്ങനെ വരത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ആൾജിബ്രായിക് മെത്തേഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൾജിബ്രായിക് മെത്തേഡിൽ രണ്ട് മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാ? സബ്സ്റ്റിറ്റ്യൂഷനോ എലിമിനേഷനോ യൂസ് ചെയ്ത് ഈ സിറ്റുവേഷൻ സോൾവ് ചെയ്ത് വാട്ട് ഈസ് എക്സ് ആൻഡ് വൈ, ദാറ്റ് മീൻസ് കോസ്റ്റ് ഓഫ് 1 പെൻസിൽ ആൻഡ് കോസ്റ്റ് ഓഫ് 1 പെൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ മന്ത്രമായിട്ട് മനസ്സിലെടുത്ത് എന്നതിന് ശേഷം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വായിച്ചിട്ട് വരിക. വിൽ ഡിസ്കസ് ഓൾ ദിസ് തിങ്സ് ടുമോറോ. ഓക്കെ, നിങ്ങൾ എന്നെ സഹായിച്ചതിൽ നന്ദി. നിങ്ങളുടെ സമയം കഴിഞ്ഞു.